ഗോകുൽകൃഷ്ണ, ഇപ്പോൾ എന്തു തോന്നുന്നു? അജിംഷാ, തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ചർച്ചയിൽ എന്നൊരു വിദ്യാർത്ഥി സംഘടനാ നേതാവെന്ന നിലയിൽ ഞാൻ ഇരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമരം അല്ലെങ്കിൽ ഈ നീറ്റുമായി ബന്ധപ്പെട്ട സമരം എന്ന് അതിൻ്റെ പര്യവസാനമായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, മെയ് 3-ാം തീയതി ഈ പരീക്ഷ നടന്നു. 4 ദിവസത്തിനകം ഇതിൻ്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നു. മറ്റ് അന്വേഷണങ്ങൾ, CBI എൻക്വയറി അടക്കമുള്ള കാര്യങ്ങളുണ്ടായി. കൃത്യം മെയ് 9-ാം തീയതി തന്നെ ഈ പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേസ് CBIക്ക് കൈമാറണം. അതേപോലെ തന്നെ ഇതിൽ ആശങ്കയുള്ള വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കണം. അത്തരത്തിൽ വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് വിദ്യാർത്ഥി പരിഷത്ത് ഡൽഹിയിൽ സമരത്തിലേക്ക് ഇറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പക്ഷേ ആ സമയത്തും വിദ്യാർത്ഥി പരിഷത്തിന് കേവലം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ രാജി അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ രാജി എന്ന തരത്തിലേക്ക് നമ്മളൊരു സമരവുമായിട്ട് മുന്നോട്ട് പോയില്ല. ഭാവിയിലും ഇത്തരത്തിലുള്ള അപാകതകൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകരുത്, എല്ലാ തരത്തിലുള്ള ആശങ്കകൾ പരിഹരിക്കണം. ഈ നീറ്റുമായി ബന്ധപ്പെട്ട് ജീവൻ ഹനിച്ച വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് അവരുടെ ഫാമിലി, അവരുടെ കുടുംബത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി സർക്കാരിന് സാധിക്കണം എന്ന തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളുമായിട്ടാണ് വിദ്യാർത്ഥി പരിഷത്ത് ഈ സമരമുഖത്ത് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് അതിനുശേഷം CJP ദേശവിരുദ്ധ എലമെന്റ് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ തന്നെയായിരുന്നു. ഒരു ദിവസം മുമ്പ് നമ്മൾ ഇരുന്ന സമയത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷമാണ് CJP വീണ്ടും ഈ ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ഇവിടെ ധർമ്മേന്ദ്ര പ്രധാൻ ജൂൺ 21-ാം തീയതി വീണ്ടും റീനീറ്റ് നടത്തി. അതിനുശേഷം ജൂലൈ 16-ാം തീയതി വീണ്ടും ആ പുതിയ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. വിദ്യാർത്ഥികളുടെ ആശങ്ക ഒരു പരിധിവരെ പരിഹരിച്ചു. പക്ഷേ അതിനുശേഷം വീണ്ടും CJP ധർമ്മേന്ദ്ര പ്രധാൻ ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണം എന്ന തരത്തിലേക്കുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഇന്ന് ഈ രാജി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ രാജിയെ നമ്മൾ നോക്കിക്കാണേണ്ടത്, ഇന്ന് ഇതിൻ്റെ ടൈറ്റിൽ കണ്ടു, ഈ ചർച്ചയുടെ ടൈറ്റിൽ മൂക്ക് കുത്തി മോദി. എവിടെയായി മോദി മൂക്ക് കുത്തിയിട്ടുള്ളത്? നിങ്ങൾ തന്നെ ചിന്തിക്കുക. 2021 സമയത്ത് ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടി ഉണ്ടായെന്ന ഭാവത്തിലേക്ക് മാധ്യമങ്ങൾ വാർത്ത കൊടുത്ത സമയത്ത്, അതിനുശേഷവും 2024 തെരഞ്ഞെടുപ്പ് നടന്നു. ഇതേ സർക്കാർ തന്നെ അധികാരത്തിൽ വന്നു. ആ സർക്കാരിനാണോ നിങ്ങൾ മൂക്ക് കുത്തി എന്ന തരത്തിലേക്ക് മോദി മൂക്ക് കുത്തി? എന്താ മോദി ചെയ്തത്? മോദി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ വന്ന് ഈ രാജ്യത്തെ യുവാക്കളെ, വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തെന്നേ. അതിനുശേഷം JP നഡ്ഡ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ 4 വട്ട ചർച്ച നടന്നു CJPയുടെ വക്താക്കളുമായിട്ട് നമ്മൾ കാണണം. അതിനുശേഷം ഇത് മോദിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. എങ്ങനെയാണ് സർജിക്കൽ സ്ട്രൈക്ക് ആവുന്നത്? ഈ സമരം വിദ്യാർത്ഥികൾക്കിടയിലേക്ക് തീവ്രവാദ ശക്തികൾ കടന്നു കയറിക്കൊണ്ട് ഈ എതിരെയുള്ള പ്രവർത്തനമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ സർജിക്കൽ സ്ട്രൈക്കായിട്ട് ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി മാറിയിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുക, വിദ്യാർത്ഥികൾ വിജയിച്ചോട്ടെ, വിദ്യാർത്ഥികൾ തന്നെ വിജയിക്കണം. ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവ് എന്ന നിലയിൽ വിദ്യാർത്ഥികളുടെ വിജയം തന്നെയാണ്. പക്ഷേ വിഘടനവാദികളുടെ വിജയം ഉണ്ടാകാൻ പാടില്ല എന്ന കൃത്യമായ വ്യക്തമായ ബോധ്യം ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിനുള്ളത് കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു നടപടി, ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ധർമ്മേന്ദ്ര പ്രധാൻ പോയിരിക്കുന്നത്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ രാജിവെച്ച കുറിപ്പിൽ അറിയിച്ചത് എന്താണ്? ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റത്തെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. വിദ്യാർത്ഥികൾ സമരം രാജ്യമാകമാനം വിഘടനവാദികൾ ഏറ്റെടുക്കുന്നു. ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല. ഈ വിഘടനവാദികൾക്കെതിരെയുള്ള ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടനാ നേതാവ് എന്ന നിലയിൽ എല്ലാ തരത്തിലും വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ സമരമുഖത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഈ പ്രത്യേകിച്ച് ഒരു ദേശീയവാദി എന്ന നിലയിൽ കൂടി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. കാരണം വിഘടനവാദികൾക്ക് അനുവാദം കൊടുക്കില്ല എന്ന സന്ദേശമാണ്.